പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ലോകസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം തൻ്റെ അഭിപ്രായ പ്രകടന വേളകളിൽ മതത്തെയും ദൈവത്തെയും നന്നായി ഇപ്പോൾ വിമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ തന്നെ ആരാധകരായ മത അപ്പോളജിസ്റ്റുകൾ അദ്ദേഹത്തിനെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചതിൽ ഒരു ഇസ്ലാമിക അപ്പോളജിസ്റ്റാണ് ഹാഫിസ് അമീർ ജൗഹരി. ഇദ്ദേഹം ഇസ്ലാമിൻ്റെ ഒരു കൂലിപ്പട്ടാളമാണ്. അദ്ദേഹം മതം വിറ്റ് ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ തൊഴിൽ മതം തന്നെയാണ്, മതവ്യാപാരിയാണ് അമീർ ജൗഹരി. അപ്പം അദ്ദേഹത്തിന് ഈ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വിമർശനങ്ങൾ സഹിക്കാൻ പറ്റുന്നതല്ല. കാരണം തൻ്റെ കഞ്ഞിയിൽ പാറ്റ വീഴുമോ, അല്ല ബിരിയാണിയിൽ പാറ്റ വീഴുമോ, കഞ്ഞിയൊന്നും അവർ കുടിക്കില്ല. ഇപ്പൊ ബിരിയാണിക്ക് മുന്തിയ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കഴിക്കാൻ പാകത്തിൽ സാമ്പത്തികമായി മുന്നിലെയാണ് അവർ. അതുകൊണ്ട് തൻ്റെ ബിരിയാണിയിൽ പാറ്റ വീഴുമോ എന്ന ശങ്ക കാരണം സന്തോഷ് ജോർജ് കുളങ്ങരയെ വിമർശിക്കാനായിട്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വിമർശിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു ഒരു സത്യസന്ധത അതിൽ വേണം. ആ സത്യസന്ധത ഈ അമീർ ജൗഹരി ആ വീഡിയോയിൽ പുലർത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ ഞാൻ ഇവിടെ വിമർശിക്കാനുള്ള കാരണം. കള്ളം പറയരുത്. ഇപ്പം ദൈവദത്തമാണ് മതം. അത് ദൈവം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുവോളം കാലം അത് നിലനിൽക്കുക ചെയ്യും. അതിന് അമീർ ജൗഹരിയുടെ കള്ളത്തരത്തിന്റെ ആവശ്യമില്ല. അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നതേയില്ല. ഒന്ന് രണ്ട് വർത്തമാനം ഈ അമീർ ജൗഹരിയെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇദ്ദേഹം യുക്തിവാദികളുടെ പിറകെ പോകുന്നു. തീർച്ചയായിട്ടും യുക്തിവാദികളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയേണ്ടത് അവരുടെ കടമയാണ്, ബാധ്യതയാണ്, ചെയ്യേണ്ടതാണ്, സ്വാഗതാർഹവുമാണ്. പക്ഷെ ഇദ്ദേഹം ചെയ്യുന്നത്, ഇദ്ദേഹം അവരുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കണ്ടെത്താൻ പോവുകയാണ്. അവർ ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ അത് സ്വാഗതാർഹമാണ്, തുടർ ചർച്ചകൾക്കുള്ള സാധ്യതയുണ്ട്. അത് വിട്ടിട്ട് അവരുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ഭാഷാപരമായ മിസ്റ്റേക്കുകൾ, അതിൻ്റെ പിറകെയാണ് ഇദ്ദേഹത്തിന്റെ യാത്ര എന്നുള്ളത്. പിന്നെ പ്രഗത്ഭരായ യുക്തിവാദികൾക്ക് മറുപടി പറയുന്നു എന്ന വ്യാജേന മുസ്ലിം വിശ്വാസികളെ അദ്ദേഹത്തിന് മയപ്പെടുത്താനും കയ്യിലെടുക്കാനും സാധിക്കും. ഇതുവഴി അദ്ദേഹത്തിന് പ്രശസ്തി കിട്ടും, പണവും കിട്ടും. എൻ്റെ ഇവിടെ ഒരു ആട്ടയുണ്ട്. ആ ആട്ടയുടെ പേര് കബീർ ബാക്കഫി എന്നാണ്. കബീർ മൗലവിയുടെ പേരിൽ ഓടുന്ന വിശ്വാസികൾ ഇത്തരം ആളുകൾക്ക് കൈമൈ മറന്ന് സഹായിക്കാനുള്ള തോരെയുള്ള ആളുകളാണ്. ഇപ്പം ഇസ്ലാമിക അപ്പോളജിസ്റ്റുകളും പല വിശ്വാസികളും നേരിടുന്ന പ്രധാന പ്രശ്നം യുക്തിവാദികളുടെ കടുത്ത വിമർശനം. അതിന് മറുപടി പറയാൻ കഴിയാതെ വരുമ്പോൾ മറുപടി എന്ന വ്യാജേന അവരെ തേജോവധം ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കണ്ടെത്തി പ്രചരിപ്പിക്കുകയാണ് ഇദ്ദേഹത്തെ പോലുള്ള ഇസ്ലാമിക അപ്പോളജിസ്റ്റുകൾ. ഇദ്ദേഹത്തെ അപ്പോളജിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇദ്ദേഹം ശരിക്കും ഒരു കൂലിപ്പട്ടാളമാണ്. വെടിവെക്കാൻ പറയുന്ന സ്ഥലത്ത് വെടിവെക്കും. വെടിവെക്കൽ അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് അത് പിന്നെ ഇദ്ദേഹത്തിനൊരു ചാനൽ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം, റേഷണൽ എന്നൊരു ചാനൽ. അതിനകത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം മതത്തെക്കുറിച്ച് കൂടുതൽ വർത്തമാനം പറയുന്ന വീഡിയോസ് മറ്റു പലരുടെയും വീഡിയോ അതിൽ കാണുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മതപരമായ വീഡിയോ വളരെ കുറവാണ്. അപ്പം അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് യുക്തിവാദികളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടെത്തി അതിലൂടെ പ്രശസ്തി നേടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി എന്നിരിക്കെ നമുക്ക് അമീർ ജൗഹരിയും സന്തോഷ് ജോർജ് കുളങ്ങരയും തമ്മിലുള്ള ആ വാദപ്രതിവാദങ്ങളുടെ അല്ലെങ്കിൽ ഹഫീസ് അമീർ ജൗഹരിയുടെ വിമർശനങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കാം. പൗരബോധമുള്ളവരെ സൃഷ്ടിക്ക് വിദ്യാഭ്യാസത്തിലൂടെ, സാമാന്യബോധമുള്ളവരെ സൃഷ്ടിക്ക്. പരസ്പരം മതത്തിന്റെ പേരിൽ തല്ലു കീറാത്തവരും ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച പ്രാകൃത ചിന്തകളെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടതാണെന്ന് ഇന്നും വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളെയും പൊട്ടന്മാരെ സൃഷ്ടിക്കാതെ സാമാന്യബോധവും ശാസ്ത്രബോധമുള്ളവരെ സൃഷ്ടിക്ക്. പൗരബോധമുള്ളവരെ സൃഷ്ടിക്ക് വിദ്യാഭ്യാസത്തിലൂടെ, സാമാന്യബോധമുള്ളവരെ സൃഷ്ടിക്ക്. പരസ്പരം മതത്തിന്റെ പേരിൽ തല്ലു കീറാത്തവരും ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച പ്രാകൃത ചിന്തകളെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടതാണെന്ന് ഇന്നും വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളെയും പൊട്ടന്മാരെ സൃഷ്ടിക്കാതെ സാമാന്യബോധവും ശാസ്ത്രബോധമുള്ളവരെ സൃഷ്ടിക്ക്. ഇവിടെ സന്തോഷ് ജോർജ് കുളങ്ങര വ്യക്തമായി പറയുന്നത് പരസ്പരം മതത്തിന്റെ പേരിൽ തലതല്ലിക്കിറിച്ചാകുന്ന ആളുകളെയല്ല വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് സൃഷ്ടിച്ചെടുക്കേണ്ടത്. അദ്ദേഹം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അടിമുടി പരിഷ്കരിക്കാൻ വേണ്ടി വാദിക്കുന്ന ഒരാളാണ്. ഇന്ന് വിദ്യ നേടി കൺവെൻഷനലായിട്ടുള്ള വിദ്യാഭ്യാസം നേടി പുറത്തു വരുന്ന ആൾക്ക് പൗരബോധം, സാമാന്യബോധം, വേണ്ട വിദ്യാഭ്യാസം, തൊഴിൽ നിപുണത ഇതൊന്നുമില്ലാതിരിക്കെ
വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ നിന്ന് പുറത്തു വരുന്ന ആളുകൾ മതത്തിൻ്റെ ചാവേറുകളായി തമ്മിൽ തല്ലി തലകീറി ചാകാൻ പാടില്ല എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുന്നു. ആ വീഡിയോയിൽ അദ്ദേഹം ആ പറയുന്നതിനെക്കുറിച്ച് ഒരൊറ്റ അക്ഷരം നമ്മുടെ അമീറിന് പറയാനില്ല എന്നുള്ളതാണ്. എത്ര അരോചകമായ അവസ്ഥ എന്ന് നോക്കും. പകരം മറ്റു പല കാര്യങ്ങളാണ് അദ്ദേഹം മുൻതൂക്കം നൽകുന്നത്. ഇനി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ആ ഇൻ്റർവ്യൂവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത്, നിങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാക്കിയെടുക്കേണ്ടത് പാഷൻ, കഴിവുള്ളവരെ ആ മേഖലയിലേക്ക് തിരിച്ചുവിടുക എന്നതായിരിക്കണം. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളും കഴിവുമുണ്ടാകും. ആ കഴിവ് കണ്ടെത്തി ആ മേഖലകളിലേക്ക് തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പാഷൻ അനുസരിച്ച്, ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നതെല്ലാം ശരിയെന്ന വാദഗതിക്കാരനേ അല്ല ഞാൻ. അദ്ദേഹം ശരി പറഞ്ഞാൽ അതിനെ അംഗീകരിക്കുക, തെറ്റു പറഞ്ഞാൽ വിമർശിക്കുക, അതായിരിക്കണം ഒരു പൊതുവെയുള്ള രീതി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ നല്ല കാര്യങ്ങളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്നാണ്. പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വർത്തമാനം പല ചെവികളിലെത്തുകയും ജനങ്ങളുടെ ചിന്താരീതിയിൽ അത് മാറ്റം വരുത്താൻ ഉതകും ചെയ്യും എന്നുള്ളതുകൊണ്ടാണ്. അപ്പം ഈ പാഷനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത്, ഈ സഞ്ചാരവും ഈ ഷൂട്ടിങ്ങും ഒക്കെ എൻ്റെ പാഷനാണ്. ആ പാഷൻ ഉള്ളത് കൊണ്ട് അദ്ദേഹം ആ രംഗത്ത് തിളക്കമാർന്ന വിജയം, മാതൃകാപരമായ വിജയം കൈവരിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, കുട്ടികളുടെ പാഷനുള്ള കുട്ടികളെ നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളത്. അതുപോലെ മറ്റൊന്നാണ്, പൗരബോധമുള്ള വിദ്യാർത്ഥികളെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കണം. ഒരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ റോഡിൽ ഒരു വാഹനവുമായി ഇറങ്ങും, മറ്റുള്ളവരെ കുറിച്ച് യാതൊരു കരുതലുമില്ല. ട്രാഫിക് നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സുഗമമായ ട്രാഫിക് നടക്കാൻ വേണ്ടിയിട്ട്. അതിൽ നമ്മുടെ പൗരന്മാർ എങ്ങനെ പ്രതികരിക്കുന്നു? ലെഫ്റ്റ് സൈഡ് ഓവർടേക്കിംഗ്, അനാവശ്യ ഓവർടേക്കിംഗ്, റാഷ് ഡ്രൈവിംഗ്, നിയമങ്ങൾ പാലിക്കാതിരിക്കുക. ഈ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ നിർബന്ധമായി ട്രാഫിക് ഉൾപ്പെടുത്തി പുറത്തിറങ്ങുന്നൊരു വിദ്യാർത്ഥി റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പൗരബോധമുള്ളവനായി ട്രാഫിക് നിയമങ്ങൾ അനുസരിക്കണമെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കാൻ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിക്ക് സാധിക്കുന്നില്ല എന്നൊരു പോരായ്മയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരം നല്ല നിർദ്ദേശങ്ങളൊന്നും തന്നെ അമീറിന് പ്രശ്നമേ അല്ല. അമീറിന് എന്താ പ്രശ്നം? ഈ ചർച്ചയ്ക്ക് തുടർച്ചയായിട്ട് ഒരു ചോദ്യത്തിന് മറുപടി എന്നോണം നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്ന കാര്യം, മതം എന്ന സാധനം പൊട്ടത്തരമാണ്. ഇതാണ് അമീർ ജൗഹരിക്ക്. ഈ പൊട്ടത്തരം വിറ്റാണ് ഇയാൾ ബിരിയാണി വാങ്ങിച്ച് സസുഖം വാഴുന്നത്. അദ്ദേഹത്തിൻ്റെ കച്ചവട മുതൽ പാൾ വസ്തു പൊട്ടത്തരം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സഹിക്കുകയില്ല. പക്ഷേ സഹിച്ചില്ലെങ്കിൽ വീട്ടിൽ ചെന്നിരുന്ന് ചൊറിഞ്ഞാൽ മതി എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. അത് പൊതുവിൽ നിങ്ങൾ വീഡിയോ ആയിട്ട് വരികയാണെങ്കിൽ ഞങ്ങളതിനെ വിമർശിക്കും. ഇപ്പം ഖുർആനിൽ പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പൊതുവെയുള്ളൊരു വിശ്വാസം എന്തെന്ന് ചോദിച്ചാൽ ഖൈബിൽ വിശ്വസിക്കുക. എന്താണ് ഈ ഖൈബ്? മറഞ്ഞിരിക്കുന്ന വസ്തുക്കളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് കാണാനോ കേൾക്കാനോ മനസ്സിലാക്കാനോ പറ്റാത്ത സാധ്യ കാര്യങ്ങളെ വിശ്വസിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ അടിസ്ഥാന നിയമങ്ങളാണ്. ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ഖൈബ്, അതായത് ദൈവത്തെയും ലോകത്തെ രൂപപ്പെടുത്തുന്ന ശക്തികളെയും പരാമർശിച്ച് അദൃശ്യവും അജ്ഞാതവുമാണ്. അതൊക്കെ അദൃശ്യമാണ്, അജ്ഞാതമാണ്. മനുഷ്യരാശിക്ക് ദൈവത്തെയും അവൻ്റെ ഗുണങ്ങളെയും കാണാൻ കഴിയില്ലെന്ന് ഖുർആൻ പറയുന്നു. പ്രാർത്ഥന വിശ്വാസം അനുവദിക്കുന്നതാൽ അൽ ഖൈബിലുള്ള വിശ്വാസം ഒരു പ്രധാന മുസ്ലിം സ്വഭാവമായി കണക്കാക്കപ്പെടും. അപ്പം മറഞ്ഞിരിക്കുന്ന വസ്തുക്കളിൽ വിശ്വസിക്കുക എന്നുള്ളത് മുസ്ലിം വിശ്വാസത്തിൻ്റെ പ്രധാനമായ ഒരു ഘടകമായി വാഴ്ത്തപ്പെടുമ്പോൾ, പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഇത് പൊട്ടത്തരം എന്നല്ലാതെ എന്താണ്? നമ്മൾ അമേരിക്കൻ പ്രസിഡന്റ്, അങ്ങനെ പല പല കാര്യങ്ങളിലും നമ്മൾ വിശ്വസിക്കുന്നു. ചൊവ്വയിലേക്ക് മാർസ് പോയി നമ്മൾ വിശ്വസിക്കുന്നു. ഇതിനൊക്കെ തെളിവുണ്ട്.
സംശയമുണ്ടെങ്കിൽ പരിഹാര മാർഗത്തിലൂടെ നമുക്ക് സംശയ നിവാരണം വരുത്താൻ സാധിക്കും. ഇതങ്ങനെയാണോ? മറഞ്ഞിരിക്കുന്ന വസ്തു, ഗൈബായ വസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ഒരു പൊട്ടത്തരം വേറെ ഇല്ലെന്നേ. ഇതിനെ പൊട്ടത്തരം എന്നല്ലാതെ, അതായത് അറിയാൻ പാടില്ലാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു കാര്യത്തെ അത് ഉണ്ട് എന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക പൊട്ടത്തരത്തിൻ്റെ മാതാവാണ് ആ വിശ്വാസം എന്ന് ഇദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തെ എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ സാധിക്കുക? അദ്ദേഹത്തെ ആ വർത്തമാനത്തിൻ്റെ പേരിൽ കുറ്റപ്പെടുത്താൻ സാധ്യമല്ലാത്തത് കൊണ്ട് മറ്റൊരു വളഞ്ഞ വഴിയാണ് നമ്മുടെ അമീർ ജൗഹരി സ്വീകരിക്കുന്നത്. പിന്നെ അദ്ദേഹം പറയുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യം, നൂറ്റാണ്ട് മുമ്പത്തെ പ്രാകൃത ചിന്തകളാണ് മതം, അല്ലേ? അതായത് 5000 വർഷം മുമ്പ് തുടങ്ങിയ മതത്തിന് അതിൻ്റെതായ പൊട്ടത്തരവും പ്രാകൃത ചിന്തയും. 2000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ മതമാണെങ്കിലോ ആ രീതിയിലുള്ള ആ കാലഘട്ടത്തിലുള്ള പൊട്ടത്തരവും പ്രാകൃത ചിന്തയും. 1400 വർഷം മുമ്പത്തെ ഒരു മനുഷ്യൻ അറിയാവുന്ന കാര്യമാണ് ഖുർആൻ, ഇസ്ലാം. അതിൽ പൊട്ടത്തരങ്ങൾ സ്വാഭാവികമാണ്, പ്രാകൃത ചിന്ത സ്വാഭാവികമാണ്. അപ്പൊ പ്രാകൃത ചിന്ത എന്തെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ഉന്നതർ മോഷ്ടിക്കുമ്പോൾ അവരെ വെറുതെ വിടുകയും ദുർബലരായ വ്യക്തികൾ മോഷണം നടത്തുമ്പോൾ അവർക്കെതിരിൽ ശിക്ഷാവിധിയുടെ മുൻഗാമികൾക്കിടയിലുണ്ടായിരുന്നു. അത് കാരണമായിട്ടാണ് അവർക്ക് നാശം സംഭവിച്ചത്. അള്ളാഹുവാണ് സത്യം, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിക്കുന്നതെങ്കിലും ഞാൻ അവരുടെ കൈ മുറിക്കുന്നതായിരിക്കും. അതായത് മോഷ്ടിക്കുന്ന ആളുടെ കൈവിട്ടം, ഇത് നബിയുടെ മകളായാൽ പോലും ഞാൻ അവളെ വെറുതെ വിടില്ല, കൈവെട്ടും എന്നാ പറയുന്നത്. നമ്മുടെ ആധുനിക സമൂഹത്തിൽ ഒരു മോഷ്ടാവിന് കൈവെട്ട് ശിക്ഷ വിധിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കുക. നമ്മളത് അംഗീകരിക്കില്ല. ഒരു മോഷ്ടാവായി മാറാൻ കാരണം അയാൾ സമൂഹ സൃഷ്ടിയാണ്, സാഹചര്യ സമ്മർദ്ദങ്ങളാണ്. അവനെ ആ മാർഗത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് പൊതുസമൂഹവുമായി ഇഴുകിച്ചേർക്കാനുള്ള നടപടികളാണ് നമ്മൾ സ്വീകരിക്കുക. അല്ലാതെ പിടിച്ചു നിർത്തി മോഷ്ടാവിൻ്റെ കൈ വെട്ടുക എന്നത് വെറും പ്രാകൃതമായ ചിന്തയാണ്. ഇതിൽ പരം മനുഷ്യത്വരഹിതമായ ഒന്നില്ലേയില്ല. എന്താ പറയുക, ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷ. ഒരുപാട് രാജ്യങ്ങൾ വധശിക്ഷ നിർത്തലാക്കിക്കൊണ്ടേയിരിക്കുന്നു. കാരണം ഒരാൾ എന്തു തെറ്റ് ചെയ്താലും അവനെ കൊല്ലാനുള്ള അവകാശം നമുക്കില്ല എന്ന ഒരു ആധുനിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വധശിക്ഷയെ എതിർക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, മാതൃകാപരമായി നബി തന്നെ പറയുന്ന കാര്യം, ആര് മോഷ്ടിച്ചാലും മോഷ്ടാവിൻ്റെ കൈ വെട്ടണം. ഈ കൈവെട്ടെന്നുള്ളത് ഇപ്പം വെട്ടിയില്ലേ ഒരാളുടെ കൈയും കാലും, ഇവരുടെ മുഖ്യ അജണ്ടയാണ്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കൈ വെട്ടുമായിരുന്നു. സാഹചര്യം അതല്ല, സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത്തരം കുതന്ത്രമായ വഴികളിലൂടെ അദ്ദേഹത്തെ ഇപ്പൊ കൈവെട്ട് എന്നുള്ളത് പ്രാകൃത ചിന്തയല്ലാതെ എന്താണ് ഈ ജൗഹരി പറയട്ടെ? എന്താണ് ആധുനിക സമൂഹത്തിൽ ശിക്ഷാ സമ്പ്രദായത്തിൽ കൈവെട്ടിൻ്റെ അംഗീകാരം എന്ന് പറഞ്ഞാൽ കൊള്ളാം. അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വേഷവിധാനം നിങ്ങൾ നോക്കൂ, തലപ്പാവ്, താടി. അതായത് 1400 വർഷം മുമ്പ് ജീവിച്ച ഒരു മഹാൻ. അദ്ദേഹം എന്തൊക്കെ ഉടുത്തുവോ അതുപോലെയൊക്കെ ഇപ്പം ചെയ്യണമെന്ന് പറയുന്നത് പ്രാകൃത ചിന്ത എന്നല്ലാതെ എന്താണ്? എൻ്റെ വാപ്പയുടെ ഷർട്ട് ഇപ്പോഴേ എനിക്ക് ഓർമ്മയുണ്ട്, നീല കളറിലുള്ള ഒരു പ്രത്യേകതരം ഷർട്ടാണ്. ഞാൻ തന്നെ എൻ്റെ ജീവിതത്തിനിടയ്ക്ക് എത്രയോ വേഷവിധാനങ്ങൾ മാറി. വേഷവിധാനം അവനവൻ്റെ ഇഷ്ടമുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം കൂലിപ്പട്ടാളമായതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ യൂണിഫോം പ്രാകൃത ചിന്തയുടെ ശക്തമായ തെളിവാണ്. ഈ വേഷവിധാനവുമായി വന്നിരുന്നാണ് ഇദ്ദേഹം അദ്ദേഹത്തെ കുറ്റം പറയുന്നതെങ്കിൽ മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. മാർഗത്തിലായി ഒരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാൽ അള്ളാഹു താല അവന്റെ മുഖത്തെ നരകത്തെ തൊട്ട് 70 വർഷത്തെ വഴി ദൂരം വിദൂരതയിലാക്കും. അപ്പോൾ നോമ്പ് ഹറാമല്ലാത്ത ഏതൊരു ദിവസം, വർഷത്തിലെ ഏതൊരു ദിവസം നോമ്പ് അനുഷ്ഠിച്ചാലും പ്രസ്തുത ഹദീസിൽ പറയുന്ന പ്രതിഫലം അവനിക്ക് ലഭിക്കുന്നതാണ്. മാത്രവുമല്ല, ഫിഖഹിന്റെ കിതാബുകളിൽ നോമ്പ് ഹറാമല്ലാത്ത വർഷത്തിലെ ഏതൊരു ദിവസവും നോമ്പ് അനുഷ്ഠിക്കാൻ സുന്നത്താണെന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം നമ്മൾ ഒരാൾക്ക് ഒരു റിവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചു. അതിന് 1000 മടങ്ങ് റിവാർഡ്, 10000 മടങ്ങ് റിവാർഡ്, ഇത്രയും വഴിദൂരം സഞ്ചരിച്ചുള്ള റിവാർഡ് എന്നൊക്കെ ഉണ്ടോ?
ഇതൊക്കെ പ്രാകൃത ചിന്തയാണ്. ഇവിടെ നിങ്ങൾ ഒരു സൽക്കർമ്മം ചെയ്യുകയാണെങ്കിൽ ഇത്രയും വഴിദൂരം സഞ്ചരിച്ചാലുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുന്നത് അന്നത്തെ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലുള്ള കൊച്ചു വർത്തമാനം എന്നല്ലാതെ മറ്റൊന്നുമല്ല. ഇതിനെ നമ്മൾ പ്രാകൃത ചിന്ത എന്ന് വിളിക്കും. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഭാരത് രത്ന അവാർഡ് കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയ അവാർഡ്. ഇങ്ങേ താഴേക്കിടയിൽ ഒരു മലയാള സാഹിത്യകാരന് ഒരു അവാർഡ് കിട്ടിയത് അവന് ഏറ്റവും വലുതാണ്. അതിൽ ഈ മാർക്ക് നൽകുന്നത് 10, 100, 1000, 7000 പ്രതിഫലം, വഴിദൂരം എന്നൊക്കെ പറയുന്നത് പ്രാകൃത ചിന്ത അല്ലാതെ എന്താണ് സുഹൃത്തെ? ഹാഫിസ് അമീർ ജൗഹരി, നിങ്ങളൊന്ന് മറുപടി പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങൾ ഇതിനൊന്നും മറുപടി പറയില്ല. എനിക്ക് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിൽ സമ്മാനമാടാനാണ് നിങ്ങളുടെ കഴിവും ബുദ്ധിയും നിങ്ങൾ ഉപയോഗിക്കുന്നത്. ആ കഴിവേ നിങ്ങൾക്കുള്ളൂ. നിങ്ങൾ മതം തൊട്ടാൽ നാറും. അതുകൊണ്ടാണ് നിങ്ങൾ മതത്തെ തൊടാതെ മതവിമർശനങ്ങൾക്ക് മറുപടി പറയാതെ. ചങ്കൂറ്റമുണ്ടെങ്കിൽ നിങ്ങൾ യുക്തിവാദികൾ ഇന്നേ വരെ ഉയർത്തിയ വാദഗതിക്ക്, വാദമുഖങ്ങൾക്ക്, വിമർശനങ്ങൾക്ക് മറുപടി പറയുക. ശരി, വേണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നമ്മുടെ അയ്യൂബ് മൗലവി ഉണ്ടല്ലോ, അദ്ദേഹം മതം വിട്ട് ഇപ്പം നിങ്ങളോടൊപ്പമാണ്. അദ്ദേഹം ഉയർത്തിയ ചില വിമർശനങ്ങളുണ്ട്. അതിന് മറുപടി ഇസ്ലാമിക പക്ഷത്ത് നിന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് താല്പര്യം. ഞാൻ അതിന് നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഇസ്ലാമിൽ ഒരു വിവാഹമാണ് വന്നല്ലോ, വിവാഹം. ആണുങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ 4 വിവാഹം വരെ ആകാവുന്നതാണ്. 5ാമത് കെട്ടുമ്പോഴേ പരാതി പോയിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ ഞാൻ 2 കെട്ടി 3 കെട്ടി നോക്കാം. എന്റെ ഭാര്യ ചെന്നിട്ട് കോടതിയിൽ പരാതി കൊടുത്തു, അയ്യൂബ് 3 പെണ്ണെട്ടിക്കുന്നത് ശരിയല്ല, എന്റെ സമ്മതമല്ലാതെ കെട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കോടതി പറയുന്ന തീരുമാനം അയ്യൂബ് 5ാമത് കെട്ടുമ്പോഴേ കേസിന് വരാവുന്ന, അങ്ങനെ പൊന്നാനി നടന്ന കേസാണ്. 4 വരെ നമുക്ക് അനുവദിച്ചതാണ്. അതിന് പുറമെ കൂടി നമുക്ക് കൈവശം വെക്കാം. 4 പെണ്ണുങ്ങള്. അതിന് പുറമെ സുരിയകളെയും നമുക്ക് സുരിയ എന്ന് പറഞ്ഞ ഉപഭാര്യ, വിവാഹം കഴിക്കാതെ എന്റെ കാൽ കീഴിലുള്ള അടിമ സ്ത്രീകൾക്കാണ് സുരിയ എന്ന് പറയുക. അവർക്ക് എണ്ണത്തിൽ പരിമിതമില്ല, 4000 ആവാം, അവിടെ കണക്കില്ല. അത് വിവാഹം എന്നുള്ള കർമ്മവും വേണ്ട. അതായത് മുസ്ലിം മതത്തിലേക്ക് മടങ്ങി വരുന്നതിന് മുമ്പ് യുക്തിവാദിയായ അയ്യൂബ് മൗലവി ഉയർത്തിയ വാദഗതികൾക്ക് കഴിവുണ്ടെങ്കിൽ, ചങ്കൂറ്റമുണ്ടെങ്കിൽ, അറിവുണ്ടെങ്കിൽ, ജ്ഞാനമുണ്ടെങ്കിൽ, പ്രാകൃത ചിന്ത ഇല്ലാത്ത ആളാണെങ്കിൽ അമീർ ജൗഹരി നിങ്ങൾ മറുപടി പറയൂ. കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. പറഞ്ഞ കഥ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ പ്രവാചകനാണെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അമാനുഷികമായ ഒരുപാട് തെളിവുകളും അതിന് കാണിക്കുന്നുണ്ട്. കേവലം ഓരോ തെളിവുകൾ എന്നുള്ളതല്ല. ഇപ്പൊ ഒരു പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴയുടെ വക്കത്ത് പോയിട്ട് മുത്തനബി തങ്ങൾ അതിലേക്കൊരു പേപ്പർ ഇട്ടിട്ട് ഞാൻ പ്രവാചകനാണെങ്കിൽ ആ പേപ്പർ അതിന്റെ കൂടെ ഒഴുകി പോട്ടെ എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ആകാശത്ത് കാർമേഘങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടി മഴ പെയ്യും എന്ന് ഉറപ്പിക്കുന്ന ഘട്ടത്തിൽ മഴ പെയ്യട്ടെ എന്നുള്ള കൽപ്പന കൊണ്ടുമല്ല പ്രവാചകനാണ് എന്ന് പറയുന്നത്. മറിച്ച് ഹവാരിക്കുല്ലാതായ അസംഭവ്യമായ അസാധാരണമായ കാര്യങ്ങൾ, എപ്പോഴും സംഭവിക്കാതെ അസാധാരണമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്. അതാണ് ഒരു പർവ്വതത്തോട് വരാൻ വേണ്ടി പറഞ്ഞത്, ഒരു മലയോട് വരാൻ വേണ്ടി പറഞ്ഞത്, ചന്ദ്രനെ പിളർത്തിയത്, കൈവിരലിൽ നിന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം വന്നത്. ഇതൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹവാരിക്കുൽ ആദത്തായ കാര്യങ്ങളാണ് പറയുന്നത്. ഇതൊക്കെ പറയുന്ന സമയത്ത് ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു തആല അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. മരത്തോട് വരണം എന്ന് പറയുന്ന സമയത്ത് അല്ലാഹു തആല മരത്തെ ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. എന്നൊക്കെ പറയുന്ന വരികൾ നമുക്കറിയാം. അങ്ങനെ എത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖവാരിഖുൽ ആദത്തായ കാര്യങ്ങൾ പറയുകയും അല്ലാഹു തആല അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്നുള്ളത്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു രാജാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അമൂല്യമായ ഒരു വസ്തു കൊണ്ട് മന്ത്രി വരികയാണ്. ഒരു സുപ്രഭാതത്തിൽ മന്ത്രി വരികയാണ്. രാജാവ് ആർക്കും കൊടുക്കാത്ത രാജാവിന്റെ ഒരു മോതിരായിക്കോട്ടെ, അല്ലെങ്കിൽ രാജാവിന്റെ കിരീടമായിക്കോട്ടെ, ഇതുമായിട്ട് വരികയാണ്. ഇതുമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാവും ഇദ്ദേഹത്തിന് രാജാവായിട്ട് നല്ല ബന്ധമുണ്ട്. രാജാവിന് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് മന്ത്രിയുടെ കയ്യിൽ ഇത് കൊടുത്തയച്ചെന്ന് മനസ്സിലാവും. ഇതുപോലെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിനെ ഉയർത്തിപ്പിടിക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ കൊണ്ടുവരുന്നത്. അങ്ങനെ ഖുർആൻ കൊണ്ട് വന്നു എന്ന് മാത്രമല്ല, ഇത് അയച്ചത് അള്ളാഹു ആണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു തആല തന്നെ പറയുന്നുണ്ട്. അതിന്റെ ഒക്കെ പുറത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാക്കുണ്ട്, വ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. പ്രത്യേകത സൂചിപ്പിച്ചു അലാ അബ്ദിനാ, എന്റെ അടിമയുടെ മേലെന്നാണ്. അപ്പൊ ഖുർആനിനെ അള്ളാഹു തആല അവതരിപ്പിച്ചത് പ്രവാചകനായ മുത്തനബി തങ്ങളുടെ മേലിലാണ് എന്നുള്ളത് അള്ളാഹു തആല തന്നെ ഇവിടെ പറയുന്നുണ്ട്. അത് പറയുകയും അതിന്റെ ശേഷം പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ സൂറത്തിൻ മിസ്ലി, അതിനോട് കടപിടിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരും, ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. ലോകത്തിന് ആർക്കും സാധ്യമായിട്ടില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് രാജാവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ മന്ത്രി കൊണ്ടുവന്നതുപോലെ സ്രഷ്ടാവിന്റെ ഒരുപാട് കാര്യങ്ങളെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകനാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധ്യം. ഒരാൾ ഉടുന്നനവേ താൻ ദൈവത്തിന്റെ പ്രവാചകൻ ആണെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കാൻ മടിക്കും.
നബി അങ്ങനെ പറഞ്ഞപ്പോഴും നബിയോട് ഖുറൈശികൾ ഒരുപാട് ചോദ്യം ചോദിച്ചു. നിനക്ക് മലക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ കാണേ വരട്ടെ. മലക്കിനെ അള്ളാഹുവിന് നബിക്ക് അയച്ചു കൊടുക്കാമെങ്കിൽ എന്തുകൊണ്ട് ജനം കാണത്തക്ക രീതിയിൽ വന്നുകൂടാ? ഇപ്പൊ തന്നെ അള്ളാഹുവിന് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, മൊത്തം 800 കോടി ജനമുണ്ട്, അതിൽ 130 കോടി എങ്ങോട്ടാണ് മുസ്ലിങ്ങൾ. ബാക്കിയുള്ള ആളുകൾ അവിശ്വാസികളല്ലേ. ഇപ്പൊ നരകമുണ്ടാക്കണമെങ്കിൽ തീയിടണം, അത് ജോലിയുള്ള പണിയാണ്. അപ്പം ഒരു മലക്കിനെ ഇങ്ങ് അയച്ച് നബിയോട് പറഞ്ഞതുപോലെ നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിശ്വസിക്കുമോ? ആരെങ്കിലും വന്ന് താൻ ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വിശ്വസിക്കില്ല. അത് തന്നെയാണെന്ന് ഖുറൈശികളും ചെയ്തത്. അപ്പം ഇതിന് തെളിവായിട്ടാണ് ഈ ഉസ്താദ് പറയുന്നത്. അതായത് കള്ളൻ പറയുന്നു, ഞാൻ കള്ളനല്ല, ഞാൻ ദൈവത്തിൽ നിന്ന് കൊണ്ടുവന്ന പുസ്തകത്തിൽ ഞാൻ കള്ളനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പരം ഒരു തെളിവ് എന്താ വേണ്ടത്? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇതുപോലെ ഒരു ബുക്ക് നിങ്ങൾ പ്രസിദ്ധീകരിക്കുക. എന്ത് അപഹാസ്യമായ കാര്യമാണ്. ഇപ്പം നൂറ്റാണ്ട് മുമ്പത്തെ പ്രാകൃത ചിന്ത എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളെ വിശ്വസിച്ച ഒരു ജനസമൂഹത്തെ നൂറ്റാണ്ട് മുമ്പത്തെ പ്രാകൃത ചിന്തയിൽ വിശ്വസിക്കുന്നവരെന്ന് കുറ്റം പറഞ്ഞാൽ ആ കുറ്റം പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായ രീതിയിൽ മറുപടി പറയുക. ഒരാൾ പ്രവാചകനാണെങ്കിൽ എന്താണ് ശക്തിയുക്തമായ പഴുതടച്ച തെളിവ് അത് പറയുക. അല്ലാതെ അയാൾ പറയുന്നതോ അയാളുടെ ഗ്രന്ഥമോ പറയുന്നത് തെളിവാകത്തേയില്ല. ഇതൊക്കെയാണ് പ്രാകൃത ചിന്ത എന്ന് പറയും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടച്ച് ഗൈബിൽ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുക എന്നുള്ളത് പ്രാകൃത ചിന്ത തന്നെയാണ്. അതിനെയാണ് നമ്മുടെ സഞ്ചാരി വിമർശിക്കുന്നതെങ്കിൽ ഈ വിമർശനത്തിന് കാമ്പും കഴമ്പുമുള്ള ഒരു മറുപടി പറയാൻ ഇസ്ലാമിക അപ്പോളജിസ്റ്റുകൾക്ക് ബാധ്യതയുണ്ട്. അവർക്ക് സാധിക്കില്ല. അങ്ങനെ ദൈവം ഒരു പ്രവാചകനെ അയക്കത്തില്ല. ഉണ്ടെങ്കിലല്ലേ അയക്കൂ. അഥവാ ഉണ്ടെന്ന് വാദിച്ചാൽ തന്നെ അയക്കുകയാണെങ്കിൽ ഈ വളഞ്ഞ വഴിയല്ല സ്വീകരിക്കേണ്ടത്, ശക്തമായ വഴി വേറെ ഉണ്ടെന്നിരിക്കെ. പക്ഷേ അമീർ ജൗഹരിക്ക് ഇതൊന്നും പറയാനുള്ള ബുദ്ധിശക്തിയോ അറിവോ പാണ്ഡിത്യമോ ഒന്നുമില്ല. പഴഞ്ചൻ പ്രാകൃത ചിന്തകളിൽ അധിഷ്ഠിതമായ കിതാബുകൾ വായിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ബിരിയാണി കഴിച്ചു പോകുന്നതെങ്കിൽ അതിനെ പ്രാകൃത ചിന്ത എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് അനുവദിച്ചു കൊടുത്തേ പറ്റൂ. ജനാധിപത്യപരമായി ഇതിന്മേൽ നിങ്ങൾക്ക് വിമർശനമുണ്ടെങ്കിൽ നിങ്ങൾ മറുപടി പറയുക, അല്ലാതെ കൊഞ്ഞണം കുത്തലല്ല വേണ്ട. അത് മനുഷ്യരോടെന്ന പോലെ മനുഷ്യേതര ജീവികളിലേക്കും സസ്യജാലകങ്ങളിലേക്കും പടർന്നിരുന്നു. തിരുനബിക്ക് സലാം പറയുന്ന കല്ലുകളും തിരുനബിയോട് പരിഭവം പറയുന്ന മൃഗങ്ങളും ഉണ്ടായിരുന്നു അത്രേ. എന്ത് രസാവഹമായ വർത്തമാനമാണ്. മരവും ചെടിയും മൃഗങ്ങളുമൊക്കെ നബിക്ക് സലാം പറയുന്നു. എന്താ ഈ സലാം? അള്ളാഹു നിങ്ങളെ നന്നാക്കി വെക്കട്ടെ. പറയണമെങ്കിൽ എന്തു വേണം? നാവ് വേണം, അതിലുപരി ശരീരം വേണം, അതിനകത്ത് പ്രവർത്തിക്കുന്ന മസ്തിഷ്കം വേണം, ഭാഷ വേണം, അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കുകയും വേണം. ഇതൊക്കെ ഒരു മരത്തിനോ മൃഗത്തിനോ വശമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്ത സംസാരിക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന് അതുപോലെ പറയുമെന്നല്ലാതെ അതിന് ഊഹിച്ച് മനസ്സിലാക്കി സാന്ദർഭികമായി പറയാനുള്ള കഴിവേയില്ല. അത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. മനുഷ്യന്റെ പ്രത്യേകത അത് തന്നെയാണ്. അങ്ങനെ ഇരിക്കെ മരം, മൃഗം സലാം പറയുന്നു എന്നുള്ള ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നത്, നട്ടാൽ മുളയ്ക്കാത്ത കള്ളം. നമ്മൾ ഇന്ന് മരങ്ങളെക്കുറിച്ചും ബോട്ടണി, സുവോളജി ഒക്കെ നമ്മൾ വളരെ നന്നായി മനസ്സിലാക്കിയ ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പോലും അറിയാം മരം, മൃഗം സംസാരിക്കുകയില്ല എന്ന്. ഇദ്ദേഹത്തിൻ്റെ റാഷണൽ എന്ന ചാനലിലാണ് ഇവർ തട്ടിവിടുന്നത് നബിക്ക് മരം സലാം പറഞ്ഞു എന്ന്.
ഇത് പ്രാകൃത ചിന്തയല്ലാതെ, കാടൻ ചിന്തയല്ലാതെ, അന്ധവിശ്വാസമല്ലാതെ എന്താണെന്ന് പറയാനുള്ള ബാധ്യത ഞാൻ അമീർ ജൗഹരിക്ക് വിട്ടുകൊടുക്കുകയാണ്. അദ്ദേഹം പറയട്ടെ. നമുക്ക് അദ്ദേഹം പറയുകയാണെങ്കിൽ മറുപടി പറയാം. അദ്ദേഹം മറുപടി പറയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അന്വേഷിച്ച് അതിനെ ഒരു കൊഞ്ഞണം കുത്താനല്ലാതെ അദ്ദേഹത്തിന് അതിനൊന്നും സാധിക്കില്ല എന്നുള്ളത് തീർത്തും പരമസത്യമാണെങ്കിൽ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഈ വക മതവിശ്വാസങ്ങളെ പൊട്ടത്തരവും പ്രാകൃത ചിന്തയും എന്ന് വിളിച്ചാൽ അത് അതിശയോക്തികരമല്ല, ശരിയായ വിലയിരുത്തലാണ്. അതാണ് സന്തോഷ് ജോർജ് കുളങ്ങര നടത്തിയതെങ്കിൽ അദ്ദേഹത്തെ തറടിക്കാൻ വേണ്ടിയിട്ട് ഈ വിദ്വാന്റെ കള്ളത്തരം, നുണ നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ നടന്നു ചെല്ലുമ്പം അവിടെ നിലത്തൊരു വരയിട്ടിട്ടുണ്ട്. അതാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഭാഗം. അപ്പോഴേക്കും ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഭൂമധ്യരേഖയുടെ വടക്കും തെക്കും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണണോ? നമ്മൾ എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ആ വ്യത്യാസമുണ്ട്, ഞാൻ കാണിച്ചു തരാം. പക്ഷെ കാണിച്ചു തരണമെങ്കിൽ എനിക്ക് പൈസ തരണം, ഷില്ലിങ് വേണം. അയാൾക്ക് 1000 ഷില്ലിങ്ങാണ് വേണ്ടത്. ഞാൻ പറഞ്ഞു ഇത്തിരി കൂടുതലല്ലേ? കൂടുതലൊന്നുമില്ല, തന്നാൽ കാണിക്കാറുണ്ടായി. ഏതായാലും ഈ ഇതൊന്ന് കാണാൻ ഞാൻ തീരുമാനിച്ചു. ഇയാൾ ആദ്യം എന്നെ വടക്കോട്ട് കൊണ്ടുപോയി. ഭൂമധ്യരേഖയുടെ വടക്കുള്ളൊരു ഭാഗത്തേക്ക് ഒരു 10-50 മീറ്റർ 10-20 മീറ്റർ മാറ്റി നിർത്തി. എന്നിട്ട് അയാളൊരു ബേസിൻ, ഒരു ചെരുവം പോലത്തെ ഒരു പാത്രം എടുത്തു. അതിൻ്റെ അടിയിൽ ഒരു ദ്വാരമുണ്ട്, അതിലൂടെ ഒരു കുഴലുമുണ്ട്. ഈ കുഴലിൻ്റെ അടിയിൽ എങ്ങനെ അടച്ചു പിടിച്ചാൽ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കും. എന്നിട്ട് അയാൾ പറഞ്ഞു ഈ വെള്ളത്തിൽ നോക്കിക്കോണം എന്ന് പറഞ്ഞു. എന്നിട്ട് അടിയിലെ വെള്ളം തുറന്നു വിടുമ്പോൾ ഇയാൾ എന്ത് ചെയ്തു, ഇതിനകത്തൊരു പൂവ്, നമ്മുടെ ഈ ചെറിയൊരു മുല്ലപ്പൂവൊക്കെ പോലത്തെ ഒരു പൂവ് അതിനകത്തിട്ടു. അപ്പോൾ ഈ വെള്ളം താഴേക്ക് ഒഴുകുമ്പോൾ ഈ ചെരുവത്തിൻ്റെ മുകൾ പരപ്പിൽ ഈ പൂ ഇങ്ങനെ നിൽക്കുകയാണ്, കമഴ്ത്തിയിട്ട പോലെയാണ്. ഈ പൂ കറങ്ങാൻ തുടങ്ങി, ഫാൻ കറങ്ങുന്നത് പോലെ. അത് എങ്ങോട്ടാണ് കറങ്ങുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഘടികാര ദിശയിലാണ്, വലത്തോട്ട് ഇങ്ങനെ കറങ്ങുകയാണ്, അതിവേഗം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ വെള്ളം താഴേക്ക് ഒഴുകി തീരുന്നത് വരെ ഇതിങ്ങനെ അങ്ങനെ കറങ്ങുകയാണ്. ഇനി കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ എന്നെയും കൂട്ടിക്കൊണ്ട് തെക്കുവശത്തേക്ക് പോയി. അതായത് ഭൂമധ്യരേഖയെ ക്രോസ് ചെയ്ത് തെക്കൻ ഭാഗത്തേക്ക് പോയി. ഇതേ ദൂരം തന്നെ മാറുന്നു. വീണ്ടും വെള്ളം ഒഴിച്ചു, വീണ്ടും പൂവിട്ടു. എന്നിട്ട് അടിയിലത്തെ ദ്വാരം തുറന്നു വിട്ടു, വെള്ളം താഴോട്ട് ഒഴുകാൻ തുടങ്ങി. അത്ഭുതം, ഈ പൂ കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ്, അതായത് ഇടത്തോട്ട് കറങ്ങാൻ തുടങ്ങി അതിവേഗം. ഇതേപോലെ തന്നെ കണ്ടോ വ്യത്യാസം എന്ന് ചോദിച്ചു. അങ്ങനെ ഇതാണ് ഭൂമധ്യരേഖയിലെ തെക്കും വടക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് എനിക്ക് സമർത്ഥിച്ചു തന്ന അയാൾക്ക് പൈസയും കൊടുത്ത് ഞങ്ങൾ വീണ്ടും അവിടെ വന്ന് യാത്ര ചെയ്തു. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടി ഇക്വേറ്ററിന്റെ അഥവാ ഭൂമധ്യരേഖയുടെ സമീപത്തുള്ളവർ കാണിക്കുന്ന ചില നമ്പറുകളും ട്രിക്കുകളുമാണിത്. ഇതിനിവർ കൂട്ടുപിടിക്കുന്നത് സയൻസിലെ കോറിയോളിസ് എഫക്റ്റിനെയുമാണ്. കോറിയോളിസ് എഫക്റ്റ് മൂലമാണ് ഇത്തരത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആ പൂവ് ഘടികാര ദിശയിൽ അഥവാ ക്ലോക്ക് വൈസിൽ കറങ്ങിയതും സദേൺ ഹെമിസ്ഫിയറിൽ അത് ആന്റി ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്തതുമെന്നാണ് ഇവർ മണ്ടന്മാരായ ടൂറിസ്റ്റുകളോട് വിശദീകരിച്ചു കൊടുക്കുന്നത്. നിർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ അന്ധവിശ്വാസിയല്ലാത്ത ശാസ്ത്രബോധമുള്ള പൊട്ടനല്ലാത്ത നമ്മുടെ SGKയും ഇതിൽ പെട്ടുപോയി എന്ന് വേണം നാം പറയാൻ. എന്താണ് ഈ വീഡിയോയിലൂടെ വളരെ ബുദ്ധിമാനും ശാസ്ത്രകാരനുമായ അമീർ ജൗഹരി പറയുന്നത്, മണ്ടന്മാരായ ടൂറിസ്റ്റുകളെ പറ്റിക്കാനായിട്ട് ഭൂമധ്യരേഖാ പ്രദേശത്ത് ജീവിക്കുന്ന ചില വിദ്വാൻമാർ കാണിക്കുന്ന ഒരു വിദ്യയാണ്. എൻ്റെ ജൗഹരി മാജിക് കണ്ടാൽ എത്ര പ്രഗത്ഭനായാലും വീണു പോകും. അതൊരു കലയാണ്, തന്ത്രമാണ്. ഞാൻ മാജിക് പഠിച്ചിട്ടുള്ള ആളാണ്. മാജിക് ഒരുപാട് വശത്താക്കിക്കൊണ്ട് 10-100 സ്റ്റേജുകളിൽ മാജിക് ഇപ്പം അവതരിപ്പിക്കുന്നില്ല, വയ്യ. ഒരിക്കൽ ഞാൻ മുതുകാടിനെ കാണാൻ പോയി. അദ്ദേഹം ഒരു ബുക്ക് എടുത്തു, എന്നിട്ട് അതിനെ ഇങ്ങനെ ഞങ്ങൾക്ക് തന്നു. ഞാനും എൻ്റെ സുഹൃത്ത് വിനോദവുമായിട്ടാണ് ഇവിടെ പോയത്. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേജ് നമ്പർ നിങ്ങൾ നോക്കി വെക്കുക, എന്നിട്ട് ബുക്ക് മടക്കി തരിക. ഞങ്ങൾ 51-ാമത്തെ പേജ് എടുത്തു, മനസ്സിൽ കരുതി. ബുക്ക് അതുപോലെ മുതുകാട്ടിന് തിരിച്ചു. മുതുകാട് ആ ബുക്ക് വാങ്ങിച്ചിട്ട് 51-ാമത്തെ പേജ് തുറന്ന് ഞങ്ങളെ കാണിക്കുകയാണ്. ഇതല്ലേ നിങ്ങൾ തീരുമാനിച്ച പേജ്? ഈ അത്ഭുതം എന്തെന്ന് ഇന്നേ വരെ ഈ മാജിക്കിന്റെ ട്രിക്ക് എനിക്ക് പിടികിട്ടിയിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് ചോദിക്കാനും പോയില്ല, ചോദിച്ചാൽ പറഞ്ഞുതരാം. അതാണ്, നമുക്ക് എത്ര മാജിക് അറിയാമെങ്കിലും, അതുപോലെ മാജിക് ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു സൂചി നൂലുമായിട്ട് കുറേ വിദ്യകൾ കാണിച്ചു. അപാര വിദ്യകളായിരുന്നു അത്. കണ്ട് ഞാൻ മാജിക് അറിയാവുന്ന ഞാൻ പോലും അതിശയിച്ചു പോയി. എങ്കിൽ മാജിക് കണ്ടു കഴിഞ്ഞാൽ ഏത് ശാസ്ത്രജ്ഞനും ഏത് അറിവുള്ള ആളും ഏത് ടൂറിസ്റ്റും അതിൽ വീണു പോകും.
നിങ്ങളുടെ പൊട്ടത്തര വിശ്വാസമല്ല ഇത്. അത് മനുഷ്യന്റെ കലാബോധമാണ്. നമ്മുടെ നമ്മുടെ ചിന്താശേഷിയെ ഒരു അല്പനേരം മരവിപ്പിക്കാനുള്ള കഴിവ് ആ കലയ്ക്കുണ്ട് എന്നതുകൊണ്ട് അതിൽ ആരും വീണുപോകും. ഇവിടെ സന്തോഷ് ജോർജ് കുളങ്ങര വീണുപോയോ? വളരെ പ്രധാനമായ പ്രസക്തമായ ചോദ്യമാണ്. ഇതിന്മേലാണ് ഈ അമീർ ജൗഹരി എന്ന കള്ളൻ വിളിക്കാൻ, അങ്ങനെ വിളിക്കുന്നതിൽ മാപ്പ് അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ അങ്ങനെ അല്ലാതെ വിളിക്കാൻ, കള്ളത്തരം കാണിക്കുന്നവൻ കള്ളനാണ്. കള്ളത്തരം കാണിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നല്ലൊരു സെലിബ്രിറ്റിയെ അദ്ദേഹത്തിന്റെ മേൽ വെറുതെ കുറ്റങ്ങൾ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ ഇകഴ്ത്താൻ വേണ്ടി ഇത്തരം കള്ളത്തരം ചെയ്യുന്നത് നീതികേടാണ്, നെറികേടാണ്, സാംസ്കാരിക ശൂന്യമാണ്. ഇത് പറയാതിരിക്കാൻ ആവില്ല എന്നുള്ളതാണ്. അപ്പം അമീർ ജൗഹരി പറയുന്നത് ഇത് കോറിയോലിസ് എഫക്റ്റ് കാരണമാണ് ഇത് സംഭവിക്കുക. ഇത് എവിടുന്ന് കിട്ടി അമീർ ജൗഹരിക്ക്? അതായത് മുതുകാടിന്റെ വീഡിയോയുടെ താഴിൽ തന്നെ, ഈ പരാമർശ വീഡിയോയുടെ താഴെ തന്നെ കമന്റായി വന്ന ഒരു വിഷയമാണ് കോറിയോലിസിസ് എഫക്റ്റ് എന്ന്. അത് കാണിച്ച ഉഗാണ്ടൻ ആളുകളോ സന്തോഷ് ജോർജ് കുളങ്ങരയെ പറയുന്നില്ല. ഇത് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോയുടെ താഴെ കോറിയോലിസിസ് എഫക്റ്റ് എന്നുള്ള വർത്തമാനമുണ്ട്, കമന്റ് ഉണ്ട്. അതിൽ കയറി പിടിച്ചിട്ടാണ്. പക്ഷേ ഇദ്ദേഹം ഈ കാണിക്കുന്ന വീഡിയോയിൽ മഹാകള്ളത്തരമുണ്ട്, ചതിയുണ്ട്, വഞ്ചനയുണ്ട്, നുണയുണ്ട്, പെരുങ്കള്ളമുണ്ട്. ഞാനത് കാണിക്കാം. അതിനു മുമ്പ് ഇദ്ദേഹം ഒരു വിശദീകരണം കൂടെ നടത്തുന്നുണ്ടല്ലോ, അത് നമുക്ക് നോക്കാം. ഭൂമിയുടെ ഭ്രമണം കാരണമായിട്ട് അഥവാ ഭൂമിയുടെ റൊട്ടേഷൻ കാരണമായിട്ട് സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഒരു വസ്തു നോർത്തേൺ ഹെമിസ്ഫിയറിൽ വലത്തോട്ടും സദേൺ ഹെമിസ്ഫിയറിൽ ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. ഇതിനാണ് കോറിയോളിസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ കോറിയോളിസ് എഫക്റ്റ് ഉണ്ടാകുന്നത് ചുഴലിക്കാറ്റുകളിലും കൊടുങ്കാറ്റുകളിലുമാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റും കൊടുങ്കാറ്റുകളും ഒക്കെ നാം നോക്കിക്കഴിഞ്ഞാൽ അത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുമായിരിക്കും. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അഥവാ ഘടികാര ദിശയിലാണ് ചുറ്റുന്നതായിട്ട് നമുക്ക് കാണപ്പെടുന്നു. ഇതിന്റെ കാരണം ഈ കോറിയോളിസ് എഫക്റ്റ് ആണ്. ഇനി നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുത, ഈ കോറിയോളിസ് എഫക്റ്റ് ഇക്വേറ്ററിനോട് ചേർന്ന ഭാഗത്ത് വളരെ വീക്ക് ആയിരിക്കും. ഇക്വേറ്ററിൽ നിന്ന് അഥവാ ഭൂമധ്യരേഖയിൽ നിന്ന് നോർത്തിലോട്ടും സൗത്തിലോട്ടും പോകുന്നതനുസരിച്ച് ഈ കോറിയോളിസ് എഫക്റ്റിന്റെ സ്ട്രെങ്ത് കൂടി വരും. അതുമാത്രമല്ല, ഇത്രയും ചെറിയ സിങ്കിലും ടോയ്ലറ്റിന്റെ ക്ലോസറ്റിലുമൊക്കെ ഈ കോറിയോളിസ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് പറയുന്നത് വളരെ വലിയൊരു പമ്പര വിഡിത്തമാണ്. എന്തിനാണ് ഞാനിവിടെ ഈ ക്ലോസറ്റിന്റെ കാര്യം പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഉഗാണ്ടയിൽ പോയി ഭൂമധ്യരേഖയുടെ അടുത്ത് പോയി 8ന്റെ പണിയും വാങ്ങി തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ സന്തോഷേട്ടൻ. എന്നിട്ട് തനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് തിരിച്ചറിയുക പോലും ചെയ്യാതെ അതെന്തോ വലിയ സംഭവമാണെന്ന രൂപത്തിൽ മലയാളികൾക്ക്, മതവിശ്വാസികളായ പ്രത്യേകിച്ച് പൊട്ടന്മാരും അന്ധവിശ്വാസികളും ശാസ്ത്രബോധവും ഇല്ലാത്ത ഞങ്ങളെപ്പോലെ പാവപ്പെട്ട മതവിശ്വാസികളുടെ മുന്നിൽ വലിയ എന്തോ സംഭവമായിട്ട് അവതരിപ്പിക്കുകയാണ് സന്തോഷേട്ടൻ. ഒരിത്തിരി ശാസ്ത്രബോധം കൂടിപ്പോയതാണ്. നിങ്ങൾ തൽക്കാലം നമ്മുടെ സന്തോഷേട്ടനോടൊന്ന് ക്ഷമിച്ചേക്കാം. അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് ശാസ്ത്രബോധമുള്ള അന്ധവിശ്വാസമില്ലാത്ത സന്തോഷ് ജോർജ് കുളങ്ങര ഇതിൽ പെട്ടുപോയി എന്നാണ്. എങ്ങനെ? ശാസ്ത്രബോധമുള്ള, അന്ധവിശ്വാസം ഇല്ലാത്ത, ഇതൊക്കെ അദ്ദേഹത്തെ കളിയാക്കുന്നത്. ഇതൊന്നും നിങ്ങൾക്കില്ല എന്നാണ്. അതായത് മതം പൊട്ടത്തരം, ഇത് പ്രാകൃത ചിന്ത എന്ന് പറഞ്ഞതിലുള്ള ദേഷ്യം തീർക്കാനായിട്ട് അതിനൊക്കെ മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് വളഞ്ഞ വഴിയിലൂടെ അദ്ദേഹത്തെ കളിയാക്കുന്നു. ഇതേ നിങ്ങൾക്ക് പറ്റൂ. ഈ ചുണ്ണാമ്പ് പുരട്ടുന്ന പരിപാടി അല്ലാതെ മറ്റു പരിപാടികൾ നിങ്ങൾക്ക് പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗൈബിൽ വിശ്വസിക്കുക എന്നുള്ള വിശ്വാസം, മറഞ്ഞിരിക്കുന്നതിൽ വിശ്വസിക്കുക എന്ന കാര്യത്തെ വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും അത് വിറ്റ് അന്നം വാങ്ങിക്കുന്ന ആളാണ് ഒരു മാജിക് ട്രിക്ക് കണ്ടിട്ട് അതിശയിക്കുന്ന നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയെ കളിയാക്കുന്നത്. രണ്ടു കാലിലെ മന്ദൻ അരക്കാലും മന്ദനെ കളിയാക്കുന്നതിനേക്കാളും എന്താ പറയുക, എന്ത് പറയാനാണ് ഇതിനെക്കുറിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കിനി ഇതിന്റെ ഒറിജിനൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ നേരത്തെ ഈ വിദ്വാൻ അമീർ ജൗഹരി കാണിച്ച വീഡിയോ കട്ട് ചെയ്തതാണ്. അതിന് ബാക്കി ഭാഗങ്ങളുണ്ട്. ആ ബാക്കി ഭാഗങ്ങൾ പ്രസക്തമായ വർത്തമാനവും ഉണ്ട്.
സന്തോഷ് ജോർജ് കുളങ്ങര ഇതിനെക്കുറിച്ച് പറയുന്ന വളരെ പ്രസക്തമായ വർത്തമാനം ബാക്കിയുള്ള ഭാഗത്ത് വെട്ടിയെടുത്ത് കള്ളത്തരമായിട്ട്, ചതിയായിട്ട്, വഞ്ചനയായിട്ട് എന്തിനാ നിങ്ങൾ ഈ മതം വളർത്തുന്നത്? എന്ത് കള്ളത്തരമാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ ഇങ്ങനെ കള്ളം പ്രചരിപ്പിക്കാൻ? നമുക്ക് അതിലേക്കൊന്ന് പോകാം. കണ്ടോ വ്യത്യാസം എന്ന് ചോദിച്ചു. ഇതിന്റെ ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലായി. ഇത് ശരിക്കും അങ്ങനെ സംഭവിക്കുന്നതാണോ അതോ ഈ ഇവർ കാണിക്കുന്ന എന്തെങ്കിലും തന്ത്രങ്ങളാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എങ്കിലും ഇത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ കറങ്ങുന്നുണ്ട്. വടക്ക് വശത്ത് ചെല്ലുമ്പം ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നു, തെക്ക് വശത്തേക്ക് ചെല്ലുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്നു. ഇനി ഇതിലും അത്ഭുതം വേറെ കാണിച്ചു തരാം. അയാള് എന്നെ കൂട്ടിക്കൊണ്ട് വീണ്ടും നടന്നു, ഈ ഭൂമത്തി രേഖയിലെത്തി, അവിടെ നിന്നു, എന്നിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു, എന്നിട്ട് ഈ പൂ ഇതിനകത്ത് വെച്ചു, എന്നിട്ട് അടിയിലത്തെ കുഴലിന്റെ ദ്വാരം തുറന്നു വിട്ടു, വെള്ളം താഴേക്ക് ഒഴുകാൻ തുടങ്ങി. ഈ പൂ കറങ്ങുന്നേയില്ല, അവിടെ നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. വെള്ളം ഒഴുകി തീർന്നു, പൂ വെച്ചെടുത്ത് തന്നെ കറങ്ങാതെ അനങ്ങാതെ അങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇതാണ് ഭൂമത്തി രേഖയിലെ തെക്കും വടക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് എനിക്ക് സമർത്ഥിച്ചു തന്ന അയാൾക്ക് പൈസയും കൊടുത്ത് ഞങ്ങൾ വീണ്ടും അവിടെ ഒന്ന് യാത്ര ചെയ്തു. എനിക്കിപ്പോഴും ആ അത്ഭുതം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. കണ്ടോ വ്യത്യാസം എന്ന് ചോദിച്ചു. ഇതിന്റെ ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലായി. ഇത് ശരിക്കും അങ്ങനെ സംഭവിക്കുന്നതാണോ അതോ ഈ ഇവർ കാണിക്കുന്ന എന്തെങ്കിലും തന്ത്രങ്ങളാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. യാത്ര ചെയ്തു. എനിക്കിപ്പോഴും ആ അത്ഭുതം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. കണ്ടോ വ്യത്യാസം എന്ന് ചോദിച്ചു. ഇതിന്റെ ടെക്നിക്ക് എന്താണെന്ന് മനസ്സിലായി. ഇത് ശരിക്കും അങ്ങനെ സംഭവിക്കുന്നതാണോ അതോ ഈ ഇവർ കാണിക്കുന്ന എന്തെങ്കിലും തന്ത്രങ്ങളാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ വീണ്ടും അവിടെ ഒന്ന് യാത്ര ചെയ്തു. എനിക്കിപ്പോഴും ആ അത്ഭുതം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. ഇവിടെ വളരെ കൃത്യം വ്യക്തമായി സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നു വീഡിയോയുടെ ആദ്യത്തിൽ. ഇതിൽ ട്രിക്കുണ്ട്, ട്രിക്കാണോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയും. വീഡിയോയുടെ അവസാന ഭാഗത്ത് അദ്ദേഹം പറയുന്ന വളരെ കൃത്യമായ മറുപടിയാണ്, എനിക്ക് ഈ അത്ഭുതം എന്തെന്നു വ്യക്തമായില്ല. ഈ മാജിക് കണ്ടിട്ട് കോറിയോലിസിസ് എഫക്റ്റ് ആണെന്ന് വിശ്വസിച്ചതായിട്ട് അദ്ദേഹം എവിടെയും പറയുന്നില്ല. പകരം അദ്ദേഹം പറയുന്ന വർത്തമാനം, എനിക്ക് ഈ അത്ഭുതം എന്തെന്ന് വ്യക്തമായില്ല. ഇതിനെ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടാണ്, അതായത് സന്തോഷ് ജോർജ് കുളങ്ങരയെ തറടിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞ വാക്കിനെ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോയിന്മേലുള്ള പ്രസക്തമായ ഭാഗത്തെ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടാണ് ഈ കട്ടുകളൻ ഈ വേല കാണിക്കുന്നതെങ്കിൽ അപഹാസ്യം. ഇതെന്താണിത്? നിങ്ങൾ എന്തിനാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഇങ്ങനെയാണോ നിങ്ങൾ മതം വളർത്തേണ്ടത്? ഇങ്ങനെയാണോ നിത്യനിതാന്ത സത്യത്തെ നിങ്ങൾ വേരുറപ്പിക്കേണ്ടത്? കള്ളത്തരം കാണിച്ചിട്ടാണ് നിങ്ങൾ ഈ ദയവ് ചെയ്ത് കള്ളത്തരം നിർത്തുക. ശക്തമായ മറുപടിയുമായി നിങ്ങൾ വരിക. അതിലാണ് അന്തസ്സുള്ളത്. അല്ലാതെ ഇങ്ങനെ കട്ട് ചെയ്ത് പ്രസക്ത ഭാഗത്തെ വിഴുങ്ങിക്കൊണ്ട് ഇത് ട്രിക്കാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ ട്രിക്ക് എന്താണെന്ന് വ്യക്തമായില്ല എന്ന് പറയുമ്പോൾ കോറിയോലിസിസ് എഫക്റ്റ് വിശ്വസിക്കുന്നില്ല എന്ന് വായിച്ചെടുക്കാൻ എനിക്ക് സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഇദ്ദേഹം പറയുന്നുമുണ്ട്. ഇതിൻ്റെ രഹസ്യമെന്നു വെച്ചാൽ ഈ കാണിക്കുന്ന ട്യൂബ് ഉണ്ടല്ലോ, ആ ബേസിൻ താഴെയുള്ള ട്യൂബിൽ സ്പൈറലുണ്ട്. ആദ്യം കാണിക്കുന്നത് ഒരു ഭാഗത്തെ സ്പൈറലാണ്, അതിങ്ങനെ കറങ്ങുന്ന സ്പൈറലാണ്. മറുഭാഗത്ത് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ തിരിച്ചു കറങ്ങുന്ന സ്പൈറലാണ്. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഒരു ട്രിക്കാണ്, ഒരു മാജിക് ട്രിക്കാണ്. ഈ ട്രിക്ക് കണ്ടാൽ എത്ര മാജിക് അറിയാവുന്നവരും ആദ്യം പെട്ടുപോകാൻ സാധ്യതയുണ്ട്. പിന്നീട് തുടർ അന്വേഷണത്തിൽ മാജിക് അറിയാവുന്ന ആൾക്ക് ഇത് മനസ്സിലാകും. ആർക്കും പഠിക്കാൻ ഇറങ്ങിച്ചെന്നാൽ സന്തോഷ് ജോർജ് കുളങ്ങര മാജിക് ട്രിക്ക് റിവീൽ ചെയ്യാനല്ല അവിടെ പോയത്. അതാദ്യം മനസ്സിലാക്കുക. ഒരു അതിശയം ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു തട്ടിപ്പിനെ അദ്ദേഹം കണ്ടിട്ട് ഇതിനകത്ത് എന്താണ് കാര്യമെന്ന് കൃത്യമായി എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അദ്ദേഹം വിശ്വസിച്ചു എന്നാണോ പറയേണ്ടത്? എടോ കട്ടുകള്ള ഈ പരിപാടി തനിക്കു ചേർന്നതല്ല. സത്യസന്ധൻ, വിശ്വസ്തൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ താടിയും തൊപ്പിയും വെച്ചുകൊണ്ട് ഇങ്ങനെ പറ്റിക്കൽ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകരുത്. ഇത് സംസ്കാര ശൂന്യമാണ്, ശരിയല്ല, നെറികേടാണ്. ഈ കോറിയോലിസിസ് എഫക്റ്റ് കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പറയുന്നത്. അപ്പം കൊടുങ്കാറ്റിനെ കുറിച്ച് ഖുർആൻ എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് നോക്കിയിട്ടൊന്ന് മതിയാക്കിയാൽ പോരെ. 77-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഖുർആൻ പറയുന്നു കൊടുങ്കാറ്റിനെ കുറിച്ച് കൂടിയാണ്. തുടർച്ചയായി
അഴിച്ചുവിടപ്പെടുന്ന കാറ്റുകളാണവ. അഴിച്ചു കെട്ടിവെച്ചിരിക്കുകയാണ്. ഇതിനെ അങ്ങ് അഴിച്ചുവിടുകയാണ്. ഇതാണ് കൊടുങ്കാറ്റിനെ കുറിച്ചുള്ള ധാരണ. പിന്നെ കൊടുങ്കാറ്റായി അടിച്ചു വീശുന്നതാണവ. കൊടുങ്കാറ്റായി അടിച്ചു വീശും, അഴിച്ചുവിടുകയാണ്. കെട്ടിവെച്ചിരിക്കുന്ന പശു അശ്വമേധം പോലെ അടിച്ചുവിട്ട് ആഞ്ഞു വീശുന്നതാണവ. എന്നിട്ട് അവയെ മേഘങ്ങളെ പരത്തുന്നവയാണവ. ഈ മേഘത്തിനെ പരത്തുക. ഈ പരത്തുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിമാനത്തിൽ സഞ്ചരിക്കുമ്പോഴത്തേക്കും മേഘം അത് പല രൂപത്തിൽ നിൽക്കും. പരത്തിയൊന്നുമല്ല, ചപ്പാത്തി പോലൊന്നുമല്ല, പരത്ത്. പ്രാകൃത ചിന്തയാണ്, അറിവില്ലായ്മയാണ് ഈ പറയുന്ന 77-ാമത്തെ അധ്യായത്തിൽ പറയുന്ന ഈ അറിവില്ലായ്മയാണ്. ഇതിനെ പൊക്കിപ്പിടിച്ചാണ് കോറിയോലിസിസ് എഫക്റ്റിൽ എന്താ പറയുക, ശാസ്ത്ര കുതുകിയായിട്ടുള്ള അദ്ദേഹം വിജ്ഞാനം നമുക്ക് വിളമ്പിത്തരുന്നത്. നാണമില്ലേ ജൗഹരി? പിന്നെ ഇതൊക്കെ ചെയ്യുന്ന ദൈവസ്മരണ മനുഷ്യ മനസ്സിൽ ഉണ്ടാക്കി, അതായത് കൊടുങ്കാറ്റ് വീശുന്നതൊക്കെ ദൈവസ്മരണ മനസ്സിൽ ഉണ്ടാക്കാൻ വേണ്ടി. 8-ാമത്തെ അതിൽ 8 മുതൽ 15 വരെ, 77-ൽ 8 മുതൽ 15 വരെ പറയുന്ന നക്ഷത്രങ്ങൾ കെട്ടുപോവുകയും ആകാശം പിളർക്കപ്പെടുകയും പർവ്വതം ഉടയ്ക്കപ്പെടുകയും ദൂതന്മാരുടെ ആഗമനം ആവുമ്പോൾ, ഇങ്ങനെ നക്ഷത്രങ്ങൾ കെട്ടുപോകുന്നു. എന്താ നക്ഷത്രങ്ങൾ കെട്ടുപോവുക? എത്ര നക്ഷത്രങ്ങളുണ്ട്? കെട്ടുപോകുന്നുണ്ട് നക്ഷത്രങ്ങൾ. അതെല്ലാം ഞാൻ പറയുന്നില്ല. ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന അംഗതനമുണ്ടെന്നും അതിൽ നക്ഷത്രങ്ങളൊക്കെ കെട്ടുപോകുമെന്നുള്ള ഒരു പ്രാകൃത ചിന്തയാണ് ഇവിടെ വിവക്ഷ. ആകാശം പിളർക്കപ്പെടുകയും, ആകാശം എന്നൊരു സംഗതിയേ ഇല്ല, നമ്മുടെ ഭ്രമമാണ്, നമ്മുടെ തോന്നലാണ്. ഇത് പിളർക്കപ്പെടുക, പിളരുക മാത്രമല്ല പിളർക്കപ്പെടുക. എന്തുതരം പ്രാകൃത വിശ്വാസമാണ് ഇടയാളിയ ഇതൊക്കെ. പർവ്വതം ഉടയ്ക്കപ്പെടുകയും, അതായത് കൊടുങ്കാറ്റ്, നക്ഷത്രം, അത് കഴിഞ്ഞാൽ പിടിക്കുന്നത് പർവ്വതം. ഇതൊക്കെ അവർക്ക് അതിശയം. ഇന്ന് പർവ്വതം പിളർക്കപ്പെടുന്ന ഇപ്പൊ ഞാൻ എൻ്റെ വീട് പർവ്വതം എവിടുന്നോ പിളർന്നു കൊണ്ടുവന്നതാണ്. ഇതൊക്കെ നിസാര സംഭവമാണെങ്കിൽ ഇതിനെയൊക്കെ വെച്ച് ഇതൊക്കെ പഠിച്ച് പ്രചരിപ്പിക്കുന്ന കിതാബുകളിലെ ഒരു 1400, 1300, 1200 വർഷം മുമ്പ് ജീവിച്ച പ്രഗത്ഭരുടെ വിഡ്ഢിത്തങ്ങൾ, പുലമ്പലുകൾ, ജൽപ്പനങ്ങൾ, അറിവുകേടുകൾ, ഇതൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് വിശ്വസിച്ച് അതിൽ ബിരിയാണി വാങ്ങി തിന്ന് തൊപ്പിയും തലപ്പാവും അണിയുന്ന ജൗഹരി, നിങ്ങൾ സ്വയം നാണത്തിൽ വീഴുകയാണ്. നാണക്കേടാണ്. ഈ കളവ് പണിയുണ്ടല്ലോ, കള്ളപ്പണിയുണ്ടല്ലോ, കട്ടിങ് പണിയുണ്ടല്ലോ, അത് ശരിയല്ല സുഹൃത്തെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഉഗാണ്ടയിൽ പോയി ഭൂമധ്യരേഖയുടെ അടുത്ത് പോയി 8ന്റെ പണിയും വാങ്ങി തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ സന്തോഷേട്ടൻ. എന്നിട്ട് തനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണെന്ന് തിരിച്ചറിയുക പോലും ചെയ്യാതെ അതെന്തോ വലിയ സംഭവമാണെന്ന രൂപത്തിൽ മലയാളികൾക്ക്, മതവിശ്വാസികളായ പ്രത്യേകിച്ച് പൊട്ടന്മാരും അന്ധവിശ്വാസികളും ശാസ്ത്രബോധവും ഇല്ലാത്ത ഞങ്ങളെപ്പോലെ പാവപ്പെട്ട മതവിശ്വാസികളുടെ മുന്നിൽ വലിയ എന്തോ സംഭവമായിട്ട് അവതരിപ്പിക്കുകയാണ് സന്തോഷേട്ടൻ. ഒരിത്തിരി ശാസ്ത്രബോധം കൂടിപ്പോയതാണ്. നിങ്ങൾ തൽക്കാലം നമ്മുടെ സന്തോഷേട്ടനോടൊന്ന് ക്ഷമിച്ചേക്കാം. ഇനി ഇദ്ദേഹം പറയുന്നത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര വിമാനം പിടിച്ച് അവിടെ പോയി 8ന്റെ പണി വാങ്ങിച്ചു എന്നാണ്. എടോ ജൗഹരി, അമീറെ, സന്തോഷ് ജോർജ് കുളങ്ങര അവിടെ പോയത് ഈ മാജിക് കാണാനല്ല. അദ്ദേഹം ലോകത്തെ നല്ല ഭംഗിയായ രീതിയിൽ പകർത്തിയെടുത്ത് മലയാളിക്ക് പരിചയപ്പെടുത്തിയ ആളാണ്. അതിൻ്റെ ഒരു ചെറുഭാഗമാണ് അദ്ദേഹം ഇത് കാണിച്ചത്. അതിനകത്ത് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ടെങ്കിൽ ഇതിൽ എന്താണ് ട്രിക്കെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് അദ്ദേഹം പറയുമെങ്കിൽ എങ്ങനെയാണോ അദ്ദേഹം ഇതിൽ പെട്ടുപോയത്? നിങ്ങൾക്ക് അയാളോട് ദേഷ്യമുണ്ടാകും, പക്ഷേ ദേഷ്യം പ്രകടിപ്പിക്കേണ്ടത് ഈ രീതിയിലല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഇത് പ്രാകൃത ചിന്തയല്ല, ഇത് അന്ധവിശ്വാസമല്ല, പൊട്ടത്തരമല്ല എന്ന് വളരെ കൃത്യം നിങ്ങൾ മറുപടി പറയുമോ? അതിനുള്ള പാങ്ക്, കഴിവ്, ബുദ്ധി, വിവേകം, കിതാബ് ഇതൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇങ്ങനെ കള്ളത്തരങ്ങളുമായി വന്ന് ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന നിങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് സഹതാപമാണുള്ളത്. പക്ഷേ ഒരു അഭ്യർത്ഥന കൂടെയുണ്ട്.
മറ്റൊരുപാട് നല്ല തൊഴിലുണ്ട്, ചെറുപ്പക്കാരനാണ്, അത് അന്വേഷിച്ചു പോവുക. ഈ തലപ്പാവും തൊപ്പിയും അഴിച്ചു വയ്ക്കുക, മനുഷ്യനാവുക, കള്ളത്തരം നിർത്തുക. മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ ഗുഡ് ബൈ.